മീക്കായുടെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മീക്ക പ്രവാചകൻ്റെ പുസ്തകം ഏത് യഹൂദ രാജാവിൻ്റെ പേരിലാണ് ആരംഭിക്കുന്നത്? യോഥാം. ഏതെല്ലാം യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് മീക്ക പ്രവചിച്ചത്? യോഥാം, ആഹാസ്, യെഹിസ്ക്യാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് മീക്ക പ്രവചിച്ചത്. മീക്ക ഏത് ദേശക്കാരനായിരുന്നു? മോരസ്ത്യ ദേശക്കാരനായിരുന്നു. ഏതൊക്കെ ദേശങ്ങളെക്കുറിച്ചാണ് മീക്ക പ്രവചിച്ചത്? ശമര്യയെയും യെരുശലേമിനെയും കുറിച്ച്. ശമര്യയെയും യെരുശലേമിനെയും ന്യായം വിധിക്കുവാൻ വരുന്നതാര്? യഹോവ. ശമര്യയ്ക്കും യെരുശലേമിനും വിരോധമായി സാക്ഷിയാകുന്നത് ആരാണ്? യഹോവയായ കർത്താവ്. യഹോവ ശമര്യയ്ക്കും യെരുശലേമിനും വിരോധമായി സാക്ഷിയാകുന്നത് ഏത് സ്ഥലത്തു നിന്നാണ്? തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ദർശനം നൽകുന്നത് ആർക്കാണ്? മീഖായ്ക്ക്. ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്ന യഹോവ പുറപ്പെട്ടു വരുന്നത് ഏത് സ്ഥലത്തു നിന്നാണ്? വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്. തൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നവനാര്? യഹോവ. യഹോവയുടെ ന്യായവിധിയിൽ ഉരുകുകയും പിളർന്നു പോകുകയും ചെയ്യുന്നവ എന്തെല്ലാമാണ്? പർവ്വതങ്ങളും താഴ്വരകളും. യഹോവയുടെ ന്യായവിധിയുടെ കാരണങ്ങളായി മീഖ പറയുന്നത് എന്താണ്? യാക്കോബിൻ്റെ അതിക്രമം നിമിത്തവും ഇസ്രയേലിൻ്റെ പാപങ്ങൾ നിമിത്തവും. യാക്കോബിൻ്റെ അതിക്രമം എന്ത്? ശമര്യ. യഹൂദയുടെ പൂജാഗിരികളേവ? യെരുശലേം. വയലിലെ കൽക്കുന്നുപോലെ ആയിത്തീരുന്ന ദേശം ഏതാണ്? ശമര്യ. യഹോവ എന്തിൻ്റെ അടിസ്ഥാനങ്ങളെയാണ് അനാവൃതമാക്കുന്നത്? ശമര്യയുടെ അടിസ്ഥാനങ്ങളെയാണ് അനാവൃതമാക്കുന്നത്. എന്തുകൊണ്ടാണ് സകല ബിംബങ്ങളെയും ശമര്യ സ്വരൂപിച്ചത്? വേശ്യാ സമ്മാനം കൊണ്ട്. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും. അതിൻ്റെ സകല വേശ്യാ സമ്മാനങ്ങളും തീപിടിച്ച് വെന്തുപോകും. ഏത് ദേശത്തിൻ്റെ ന്യായവിധിയാണ് മീഖ പ്രവചിക്കുന്നത്? ശമര്യ. ശമര്യയിലെ വിഗ്രഹങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ വിഗ്രഹങ്ങളും തകർന്നു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേശ്യാ സമ്മാനം കൊണ്ട് സ്വരൂപിച്ചത് വീണ്ടും വേശ്യാ സമ്മാനമായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ശമര്യയിലെ സകല ബിംബങ്ങളെയും കുറിച്ച്. എന്തുകൊണ്ടാണ് സകല ബിംബങ്ങളെയും ശമര്യ സ്വരൂപിച്ചത്? വേശ്യാ സമ്മാനം കൊണ്ട്. പ്രവചന ദർശനത്താൽ വിലപിച്ച് മുറയിടുകയും കരയുകയും ചെയ്യുന്ന പ്രവാചകൻ ആര്? മീഖ പ്രവാചകൻ. ദേശത്തിൻ്റെ ന്യായവിധി കണ്ട് വിലപിച്ച് കരയുന്ന പ്രവാചകനെ ഉപമിച്ചിരിക്കുന്നത് ആരോടെല്ലാമാണ്? കുറുനരികളെപ്പോലെയും ഒട്ടകപ്പക്ഷികളെപ്പോലെയും. എന്തിൻ്റെ മുറിവാണ് യഹൂദയോളം പരന്ന് യെരുശലേമോളം എത്തിയത്? ശമര്യയുടെ. എൻ്റെ ജനത്തിൻ്റെ ഗോപുരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലമേത്? യെരുശലേം. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഏത് ദേശത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് മീഖ വിലപിക്കുന്നത്? യഹൂദായുടെ ന്യായവിധിയെക്കുറിച്ച്. ശമര്യയിലെ വിഗ്രഹഭക്തി എവിടെ വരെ എത്തിയിരിക്കുന്നു? യഹൂദയോളം പരന്ന് യെരുശലേമോളം എത്തിയിരിക്കുന്നു. യഹൂദയുടെ ന്യായവിധി എവിടെ പ്രസ്താവിക്കരുത് എന്നാണ് മീഖ പ്രവാചകൻ പറയുന്നത്? ഗത്ത് എന്ന ദേശത്ത്. ആരാണ് യഹൂദായുടെ ന്യായവിധിയിൽ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നതായി കാണുന്നത്? മീഖ പ്രവാചകൻ. പൊടിവീട് എന്ന അർത്ഥം വരുന്ന എബ്രായ ദേശം ഏത്? ബേത്ത് അഫ്ര. എവിടെയാണ് മീഖ പൊടിയിൽ ഉരുണ്ടത്? ബേത്ത് അഫ്രയിൽ.
അലങ്കാര നിവാസികൾ എന്നറിയപ്പെട്ടവർ ആരായിരുന്നു? ഷാഫീർ നിവാസികൾ. പുറപ്പാട് നിവാസികൾ എന്ന് വിളിക്കപ്പെട്ടത് ആരെയാണ്? സയനാൻ നിവാസികളെ. ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നു പോകുവിൻ എന്ന് മീഖ പ്രവചിച്ചത് ആരോടാണ്? ഷാഫീർ നിവാസികളോട്. എവിടുത്തെ നിവാസികളാണ് പുറപ്പെടുവാൻ തുനിയാത്തത്? സയനാൻ നിവാസികൾ. ആരുടെ വിലാപമാണ് താമസിപ്പാൻ മുടക്കം വരുത്തുന്നത്? ബേത്ത് ഏസലിൻ്റെ. യഹോവയുടെ പക്കൽ നിന്ന് എവിടുത്തെ ഗോപുരത്തിങ്കലേക്കാണ് തിന്മ ഇറങ്ങിയത്? യെരുശലേം. മാരോത്ത് എന്ന പദത്തിന് മീഖായുടെ പുസ്തകം നൽകുന്ന അർത്ഥം എന്താണ്? കയ്പ്. നന്മയ്ക്കായി കാത്ത് പിടയ്ക്കുന്നതാര്? മാരോത്ത് നിവാസികൾ. ലാക്കിഷ് എന്ന പദത്തിന് ഈ ഗ്രന്ഥം നൽകുന്ന അർത്ഥമെന്ത്? ത്വരിത. തുരകങ്ങളെ രഥത്തിന് കെട്ടുവിൻ എന്ന് മീഖ പറഞ്ഞിരിക്കുന്നത് എവിടുത്തെ നഗരനിവാസികളോടാണ്? ലാക്കീഷ് നഗരനിവാസികളോട്. സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നതാര്? ലാക്കീഷ് നഗരനിവാസികൾ. ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ദേശമേത്? മോരേശെത്ത് ഗത്ത് എന്ന ദേശം. ബേത്ത് അക്സീബ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥമെന്ത്? വ്യാജഗൃഹം. എവിടുത്തെ വീടുകളാണ് ഇസ്രയേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കുന്നത്? ബേത്ത് അക്സീബിലെ. മാരേശ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥമെന്താണ്? കൈവശം. കൈവശമാക്കുന്ന ഒരുത്തനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും എന്ന് യഹോവ മീഖായിലൂടെ ആരോടാണ് പറഞ്ഞത്? മാരേശ നിവാസികളോട്. ഇസ്രായേലിൻ്റെ മഹത്തുക്കൾ ചെല്ലേണ്ടി വരുന്നത് എവിടെ? അതുല്ലാമോളം. മീഖായുടെ വിലാപം ഏതൊക്കെ ജീവികളുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? കുറുനരികൾ, ഒട്ടകപ്പക്ഷി, കഴുകൻ. മീഖ സത്യവേദപുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? 33-ാമത്തെ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞതാര്? മീഖ പ്രവാചകൻ. കിടക്കമേൽ നീതികേട് സ്വരൂപിക്കുന്നവർ അവരുടെ തിന്മ പ്രവർത്തികൾ നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? പുലരുമ്പോൾ തന്നെ. നീതികേട് നിരൂപിക്കുന്നവരുടെ പ്രവൃത്തി എന്തായിരിക്കും? തിന്മ പ്രവൃത്തി. തിന്മ പ്രവർത്തിക്കുന്നവർ അവരുടെ നിരൂപണങ്ങൾ നടത്തുന്നത് എവിടെ വെച്ച്? കിടക്കമേൽ വെച്ച്. തിന്മ പ്രവർത്തിക്കുന്നവരുടെ നിരൂപണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? നീതികേടുള്ളത്. പുലരുമ്പോൾ ചെയ്യേണ്ട തിന്മകൾ ആലോചിച്ച് കിടക്കമേൽ നീതികേട് നിരൂപിക്കുന്നവരെക്കുറിച്ച് പ്രവചിക്കുന്നത് ആര്? മീഖ പ്രവാചകൻ. നീതികേട് നിരൂപിക്കുന്നവർ എന്തെല്ലാം മോഹിക്കുന്നു? വയലുകളും വീടുകളും. അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നതാര്? യാക്കോബ് ഗൃഹം. മോഹത്താൽ വയലുകളെ പിടിച്ചു പറിക്കുകയും വീടുകളെ കൈക്കലാക്കുകയും ചെയ്യുന്നവർ പീഡിപ്പിക്കുന്നത് ആരെല്ലാമാണ്? പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും. ജനത്തിനെതിരെ നീതികേട് നിരൂപിക്കുന്നവരോട് യഹോവയുടെ നിരൂപണം എന്താണ്? അനർത്ഥം നിരൂപിക്കുന്നു. നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവരുടെ വംശത്തിൻ്റെ നേരെ യഹോവ വരുത്തുന്ന അനർത്ഥങ്ങൾ എന്തെല്ലാമാണ്? കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല. ആർക്കാണ് വയലുകളെ വിഭാഗിച്ചു കൊടുക്കുന്നത്? വിശ്വാസത്യാഗികൾക്ക്. നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിച്ച ഇസ്രായേലിയരെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുമെന്നാണ് അവർ കരുതുന്നത്? പരിഹാസവാക്യം ചൊല്ലും. പരിഹാസവാക്യം ചൊല്ലുകയും വിലപിക്കുകയും ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്? യാക്കോബ് ഗൃഹത്തെ. യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവുനൂൽ പിടിപ്പാൻ ആരുമുണ്ടാകാത്തത് ആർക്കാണ്? യാക്കോബ് ഗൃഹത്തിന്. മീഖ പ്രവാചകനോട് എന്ത് ചെയ്യരുതെന്നാണ് യാക്കോബ് ഗൃഹം പറയുന്നത്? പ്രസംഗിക്കരുതെന്ന്. നേരായി നടക്കുന്നവന് ഡാഷ്
ഗുണകരമല്ലയോ? എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ എന്ന് ചോദിച്ചതാര്? മീഖാ പ്രവാചകൻ. യുദ്ധവിമുഖന്മാരായി നിർഭയന്മാരായി കടന്നുപോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് വലിച്ചെടുത്തത് എന്താണ്? പുതപ്പ്. യുദ്ധവിമുഖന്മാരായി പോകുന്നവരോട് ഇസ്രയേൽ നേതാക്കളുടെ ക്രൂരത എന്തായിരുന്നു? അവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് പുതപ്പ് വലിച്ചെടുക്കുന്നു എന്നുള്ളതായിരുന്നു. ജനത്തിൻ്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നതാര്? യാക്കോബ് ഗൃഹം. യഹോവയുടെ ജനത്തിൻ്റെ പൈതങ്ങളോടുള്ള ക്രൂരത എന്തായിരുന്നു? അവരുടെ ദൈവമഹത്വം സദാകാലത്തേക്ക് അപഹരിച്ചു കളയുന്നു എന്നുള്ളതായിരുന്നു. വീടുകളിലെ ദൈവമഹത്വം എന്ന് പരാമർശിച്ചിരിക്കുന്നത് ആരെയാണ്? പൈതങ്ങളെ. ഇസ്രയേൽ ജനം ഇഷ്ടപ്പെടുന്ന പ്രസംഗം ആരുടേതാണ്? വ്യാജ പ്രസംഗിയുടേത്. ഇസ്രയേൽ ജനം അംഗീകരിക്കുന്ന വ്യാജ പ്രസംഗിയുടെ പ്രസംഗം എന്തിനെക്കുറിച്ചാണ്? വീഞ്ഞിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും. ഞാൻ നിങ്ങൾക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ്? യാക്കോബിനോട്. യഹോവ ഇസ്രയേലിൻ ജനത്തെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്? തൊഴുത്തിലെ ആടുകളെപ്പോലെയും മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെപ്പോലെയും. തൊഴുത്തിലെ ആടുകളെപ്പോലെ യഹോവ ഒരുമിച്ച് കൂട്ടുന്നത് ആരെയാണ്? ഇസ്രയേലിൻ ശേഷിപ്പുള്ളവരെ. ഇസ്രായേലിൻ ശേഷിപ്പുള്ളവരെ പുറപ്പെടുവിക്കുന്നതിന് അവർക്ക് മുമ്പായും അവരുടെ തലയ്ക്കലും നടക്കുന്നത് ആരാണ്? അവരുടെ മുമ്പായി രാജാവും അവരുടെ തലയ്ക്കൽ യഹോവയും നടക്കും. നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നുവെന്ന് മീഖാ പ്രവാചകൻ പ്രവചിച്ചത് ആരോടാണ്? യാക്കോബിൻ്റെ തലവന്മാരോടും ഇസ്രയേൽ ഗൃഹത്തിൻ്റെ അധിപന്മാരോടും. യാക്കോബിൻ്റെ തലവന്മാരോടും ഇസ്രയേൽ ഗൃഹത്തിൻ്റെ അധിപന്മാരോടും എന്ത് കേൾപ്പീനെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? ന്യായം കേൾപ്പീനെന്ന്. ഇസ്രായേലിൻ്റെ നേതാക്കൾ എന്ത് ഇച്ഛിക്കുന്നുവെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? തിന്മയെ ഇച്ഛിക്കുന്നുവെന്ന്. ജനങ്ങളോടുള്ള ഇസ്രയേൽ നേതാക്കളുടെ അതിക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് മീഖാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരുടെ മേൽ നിന്ന് ത്വക്കും അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും പറിച്ചു കളയുന്നുവെന്ന്. ഇസ്രയേൽ നേതാക്കളുടെ നിലവിളിക്ക് യഹോവയുടെ മറുപടി എന്തായിരിക്കുമെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? ഉത്തരം നൽകാതെ തൻ്റെ മുഖം അവർക്ക് മറയ്ക്കുമെന്ന്. ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിനു വല്ലതും കടിപ്പാനുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധയുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്നതാര്? ഇസ്രയേൽ പ്രവാചകന്മാർ. ജനത്തെ തെറ്റിച്ചു കളയുന്ന ഇസ്രയേൽ പ്രവാചകന്മാരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ അവർക്ക് ഘോഷിക്കുവാനുള്ളത് എന്തായിരുന്നു? വിശുദ്ധയുദ്ധം. ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകുന്നത് ആർക്കാണ്? ഇസ്രയേലിലെ പ്രവാചകന്മാർക്ക്. സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപോവുകയും ചെയ്യും. ഇത് ആർക്കുള്ള ന്യായവിധിയാണ്? ജനത്തെ തെറ്റിച്ചു കളയുന്ന ഇസ്രയേൽ പ്രവാചകന്മാർക്ക്. ദൈവത്തിൻ്റെ ഉത്തരമില്ലായ്ക കൊണ്ട് വായി പൊത്തുന്നത് ആരാണ്? ദർശകന്മാരും ലക്ഷണം പറയുന്നവരും. ഇസ്രയേൽ പ്രവാചക ഗണത്തിൽ ലജ്ജിക്കുകയും നാണിക്കുകയും ചെയ്യുന്നവർ ആരല്ല? ദർശകന്മാരും ലക്ഷണം പറയുന്നവരും. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെക്കുറിച്ച് അവർ ഒക്കെയും വായി പൊത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഉത്തരം ഇല്ലായ്ക കൊണ്ട്. യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രയേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവ മീഖാ പ്രവാചകനെ എങ്ങനെയാണ് സഹായിച്ചത്? യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറച്ചു. യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രയേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞതാര്? മീഖാ പ്രവാചകൻ. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്നത് ആരെല്ലാം? യാക്കോബ് ഗൃഹത്തിൻ്റെ തലവന്മാരും ഇസ്രയേൽ ഗൃഹത്തിൻ്റെ അധിപന്മാരും. അവർ സിയോനെ കൊലപാതകം കൊണ്ടും
യെരുശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നതാരല്ല? യാക്കോബ് ഗൃഹത്തിൻ്റെ തലവന്മാരും ഇസ്രയേൽ ഗൃഹത്തിൻ്റെ അധിപന്മാരും. ഇസ്രയേൽ നേതാക്കൾ അനീതി പ്രവർത്തിച്ചുകൊണ്ട് യഹോവയെ ചാരിപ്പറയുന്നത് എന്താണ്? യഹോവ നമ്മുടെ ഇടയിലില്ലയോ? അനർത്ഥം നമുക്ക് വരികയില്ല. ഇസ്രയേൽ നേതൃത്വം തങ്ങളുടെ അനീതി പ്രവൃത്തികളുടെ നടുവിലും അവർ ചാരുന്നതാര്? യഹോവയെ. പണം വാങ്ങി ലക്ഷണം പറയുന്നതാര്? പ്രവാചകന്മാർ. കൂലി വാങ്ങി ഉപദേശിക്കുന്നവരാര്? ഇസ്രയേലിൻ്റെ പുരോഹിതന്മാർ. സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നതാര്? ഇസ്രയേൽ ഗൃഹത്തിൻ്റെ തലവന്മാർ. വയൽ പോലെ ഉഴുതുന്നത് എന്തിനെ? സിയോനെ. ഇസ്രയേൽ നേതൃത്വത്തിൻ്റെ പാപനിമിത്തം ന്യായവിധി ഉണ്ടാകുന്ന യഹൂദയിലെ വിവിധ ദേശങ്ങളേതെല്ലാം? സിയോൻ, യെരുശലേം എന്നീ ദേശങ്ങളാണ് ന്യായവിധി ഉണ്ടാകുന്ന യഹൂദയിലെ വിവിധ ദേശങ്ങൾ. യെരുശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയുമായി തീരുമെന്ന് പ്രവചിച്ച പ്രവാചകനാര്? മീഖാ പ്രവാചകൻ. അന്ത്യകാലത്ത് പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കു മീതെ ഉന്നതവും ആയിരിക്കുന്നതെന്ത്? യഹോവയുടെ ആലയമുള്ള പർവ്വതം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകതകൾ എന്തെല്ലാം? 1. പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായത്. 2. കുന്നുകൾക്കു മീതെ ഉന്നതമായിരിക്കുന്നത്. യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിലേക്ക് ഒഴുകിച്ചെല്ലുന്നതാര്? ജാതികൾ. അന്ത്യകാലത്ത് ജാതികൾ ഒഴുകിച്ചെല്ലുന്നത് എവിടേക്കാണ്? യഹോവയുടെ ആലയമുള്ള പർവ്വതത്തിലേക്ക്. എവിടെ നിന്നാണ് അന്ത്യകാലത്ത് ഉപദേശം പുറപ്പെടുവിക്കുന്നത്? സിയോനിൽ നിന്ന്. എവിടെ നിന്നാണ് അന്ത്യകാലത്ത് യഹോവയുടെ വചനം പുറപ്പെടുന്നത്? യെരുശലേമിൽ നിന്ന്. വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറിച്ചെല്ലാം എന്ന് പറയുന്നതാര്? അനേക വംശങ്ങൾ. അന്ത്യകാലത്ത് അനേക ജാതികളുടെ ഇടയിൽ യഹോവ ആരായിരിക്കും? ന്യായം വിധിക്കുന്നവൻ. അന്ത്യകാലത്ത് ബഹുവംശങ്ങൾക്ക് യഹോവ ഡാഷ് കൽപ്പിക്കുന്നവൻ ആയിരിക്കും. വിധി കൽപ്പിക്കുന്നവൻ ആയിരിക്കും. യഹോവ ന്യായം വിധിക്കുന്ന നാളിൽ ജാതികളും വംശങ്ങളും എന്ത് അഭ്യസിക്കുകയില്ല? യുദ്ധം അഭ്യസിക്കുകയില്ല. അന്ത്യകാലത്ത് ഓരോരുത്തരും നിർഭയമായി വസിക്കുന്നതിനെ സൂചിപ്പിക്കുവാൻ നൽകിയിരിക്കുന്ന പാർപ്പിടം എവിടെയാണ്? മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും. അന്ത്യകാലത്ത് ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല എന്ന് പ്രവചിച്ചതാര്? മീഖാ പ്രവാചകൻ. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുമ്പോൾ ദൈവജനം ആരോടൊപ്പം നടക്കുമെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? ദൈവമായ യഹോവയുടെ നാമത്തിൽ. എന്നും എന്നേക്കും യഹോവയോട് കൂടെ നടക്കുന്നതിന് ആരെയൊക്കെയാണ് യഹോവ ശേഖരിക്കുന്നത്? ചിതറിപ്പോയതിനെയും ക്ലേശിപ്പിച്ചതിനെയും. അകന്നുപോയതിനെ എന്താക്കുമെന്നാണ് യഹോവയുടെ വാഗ്ദാനം? മഹാജാതിയാക്കുമെന്നാണ് യഹോവയുടെ വാഗ്ദാനം. യഹോവ ഏതു പർവ്വതത്തിലാണ് ഇന്നു മുതൽ എന്നേക്കും രാജാവായിരിക്കുന്നത്? സിയോൻ പർവ്വതത്തിൽ. യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തിന് ആരായിരിക്കും? രാജാവായിരിക്കും. സിയോൻ പുത്രിയുടെ ഗിരിയെ എന്ന് വിളിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഏദർ ഗോപുരത്തെയാണ് സിയോൻ പുത്രിയുടെ ഗിരിയെ എന്ന് വിളിച്ചിരിക്കുന്നത്. പൂർവാധിപത്യം യെരുശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. ആർക്ക്? ഏദർ ഗോപുരത്തിന്, അല്ലെങ്കിൽ സിയോൻ പുത്രിയുടെ ഗിരിക്ക്. ഈറ്റുനോവ് കിട്ടിയവളെപ്പോലെ വേദനപ്പെട്ട് പ്രസവിക്ക എന്ന് കൽപ്പിക്കുന്നത് ആരോടാണ്? സിയോൻ പുത്രിയോടാണ് വേദനപ്പെട്ട് പ്രസവിക്ക എന്ന് കൽപ്പിക്കുന്നത്. നീ ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് എന്തിന്? അവരുടെ വേദനയെ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഈറ്റുനോവ് കിട്ടിയവളെപ്പോലെ ഉള്ളവരുടെ വേദനയാണ് ഉപമിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും. ആര്? എവിടെ വെച്ച്? സിയോൻ പുത്രി ബാബേലിൽ വെച്ച്.
അനേക ജാതികൾക്ക് അവരുടെ കണ്ണു സിയോനെ കണ്ട് രസിക്കേണ്ടതിന് എന്ത് വിരോധമായി ചിന്തിക്കുന്നു. സിയോൻ മലിനമായി തീരട്ടെ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവൻ്റെ ആലോചന ഗ്രഹിക്കുന്നതുമില്ല. ഇവിടെ ആരെക്കുറിച്ചാണ് മീഖാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? അനേക ജാതികളെക്കുറിച്ച്. സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനമായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികളുടെ ന്യായവിധി എന്തായിരിക്കും? അവരെ കറ്റകളെപ്പോലെ കളത്തിൽ കൂട്ടും. അനേക ജാതികളെ തകർത്ത് കളയുവാൻ ആഹ്വാനം ലഭിച്ചതാർക്ക്? സിയോൻ പുത്രിക്ക്. എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവുമാക്കും. നീ അനേക ജാതികളെ തകർത്ത് കളയും. ആരോടാണ് എപ്രകാരം പറഞ്ഞിരിക്കുന്നത്? സിയോൻ പുത്രിയോട്. സിയോൻ പുത്രി തകർത്ത് കളയുന്ന അനേക ജാതികളുടെ ലാഭം, സമ്പത്ത് എന്നിവ ആർക്കായിരിക്കും നിവേദിക്കപ്പെടുക? ലാഭം യഹോവയ്ക്കും സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിനുമാണ് നിവേദിക്കപ്പെടുക. അനേക ജാതികളെ തകർത്ത് കളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കുകയും ചെയ്യുന്നതാര്? സിയോൻ പുത്രി. പടക്കൂട്ടങ്ങളുടെ മകളെ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഇസ്രായേലിനെ. ഇസ്രായേലിനോട് പടക്കൂട്ടമായി കൂടുക എന്ന് പറയുവാൻ കാരണമെന്ത്? ശത്രു ഇസ്രായേലിൻ്റെ നേരെ വാട കോരുന്നതുകൊണ്ട്. ഇസ്രായേലിന് നേരെ വാട കോരുന്നവൻ അതിൻ്റെ ന്യായാധിപതിയെ എന്താണ് ചെയ്യുന്നത്? വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. ഇസ്രായേലിൻ്റെ ന്യായാധിപതി സഹിച്ച അപമാനമെന്ത്? വടികൊണ്ട് ചെകിട്ടത്തുള്ള അടി. യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പട്ടണം ഏതായിരുന്നു? ബേത്ലഹേം എഫ്രാത്ത. ബേത്ലഹേം എഫ്രാത്തിനോടുള്ള യഹോവയുടെ വാഗ്ദാനം അഥവാ മീഖാ പ്രവാചകന്റെ പ്രവചനം എന്തായിരുന്നു? ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എന്നിൽ നിന്നും ഉത്ഭവിക്കുമെന്നുള്ള വാഗ്ദാനം. ഇസ്രായേലിന് നേരെ വാട കോരുന്നവന് എപ്പോൾ വരെ യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കും? പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം. അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. അവൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടുന്നവനെക്കുറിച്ച്. അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. ഇവർ എപ്പോൾ മടങ്ങിവരുമെന്നാണ് പറയുന്നത്? ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ വന്നുകഴിഞ്ഞാൽ. ഭൂമിയുടെ അറ്റത്തോളം മഹാനാകുന്നവൻ ആര്? ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ ജനത്തെ മേയിക്കുമ്പോൾ എങ്ങനെ വസിക്കും? നിർഭയം വസിക്കും. ആരുടെ നേരെയാണ് ഇസ്രായേൽ 7 ഇടയന്മാരെയും 8 മാനുഷപ്രഭുക്കന്മാരെയും നിർത്തുന്നത്? അശൂരിന് നേരെ. മീഖാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അരമനകളിലേക്ക് കടന്നുവരുന്ന ശക്തി ഏത്? അശൂരിൻ്റെ ശക്തി. അശൂരിനെതിരെ എത്ര ഇടയന്മാർ ഉയർത്തപ്പെടും എന്നാണ് മീഖാ പ്രവാചകൻ പ്രവചിക്കുന്നത്? 7 ഇടയന്മാർ. അശൂരിനെതിരെ എത്ര മാനുഷപ്രഭുക്കന്മാർ ഉയർത്തപ്പെടുമെന്നാണ് മീഖാ പ്രവാചകൻ പ്രവചിക്കുന്നത്? 8 മാനുഷപ്രഭുക്കന്മാർ. അശൂർ ഇസ്രായേൽ ദേശത്തെ അരമനകളിൽ ചവിട്ടുമ്പോൾ അവർക്ക് നേരെ നിർത്തുന്നത് ആരെയൊക്കെ ആയിരിക്കും? 7 ഇടയന്മാരെയും 8 മാനുഷപ്രഭുക്കന്മാരെയും. 7 ഇടയന്മാരും 8 മാനുഷപ്രഭുക്കന്മാരും കീഴടക്കുന്ന ദേശങ്ങൾ ഏതെല്ലാം? അശൂർ ദേശവും നിമ്രോദ് ദേശവും. ശേഷിപ്പുള്ളവർ എന്ന പ്രയോഗം ആരുടെ പേരിനൊപ്പം ചേർത്താണ് മീഖാ പ്രവാചകൻ പറയുന്നത്? യാക്കോബിൻ ശേഷിപ്പുള്ളവർ. യാക്കോബിൻ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ എന്തുപോലെ ആയിരിക്കും? യഹോവയെങ്കിൽ നിന്നുള്ള മഞ്ഞുപോലെ ആയിരിക്കും. മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരിപോലെയാകുന്നതാര്? യാക്കോബിൻ ശേഷിപ്പുള്ളവർ. യാക്കോബിൻ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ ആരെപ്പോലെ കാണപ്പെടുമെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും
ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും കാണപ്പെടുമെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്. മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത ജാതികളുടെ ഇടയിൽ ഒരു പ്രബല ശക്തിയാകുമെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനം ഏതാണ്? കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും എന്നുള്ള പ്രവചനം. ജനത്തിൻ്റെ ചില പട്ടണങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം എന്തിടിച്ചു കളയുമെന്നാണ് യഹോവ അരുളിച്ചെയ്യുന്നത്? കോട്ടകളെ ഇടിച്ചു കളയുമെന്നാണ് യഹോവ അരുളിച്ചെയ്യുന്നത്. ദൈവജനത്തിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ഛേദിച്ചു കളയുന്നത്? ക്ഷുദ്രപ്രയോഗങ്ങൾ. ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യാൻ ഇനി ഇസ്രായേലിൽ ആരുണ്ടാകയില്ല എന്നാണ് യഹോവയുടെ അരുളപ്പാട്. ശകുനവാദികൾ ഉണ്ടാകയില്ല എന്നാണ് യഹോവയുടെ അരുളപ്പാട്. വിഗ്രഹങ്ങൾക്കൊപ്പം എന്താണ് ഛേദിച്ചു കളയുന്നത്? സ്തംഭപ്രതിഷ്ഠകളെ. പട്ടണങ്ങളെ നശിപ്പിച്ച് ദേശത്തിൻ്റെ നടുവിൽ നിന്ന് എന്തു പറിച്ചു കളയുമെന്നാണ് യഹോവയുടെ അരുളപ്പാട്? അശേര പ്രതിഷ്ഠകളെ. യഹോവ ജാതികളോട് എങ്ങനെ പ്രതികാരം ചെയ്യുമെന്നാണ് അരുളിച്ചെയ്യുന്നത്? കോപത്തോടും ക്രോധത്തോടും പ്രതികാരം ചെയ്യുമെന്നാണ് അരുളിച്ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ കാര്യം ആരുടെ മുമ്പാകെ വിവരിക്കാനാണ് യഹോവ മീഖാ പ്രവാചകനോട് കേൾപ്പീൻ എന്ന് അരുളിച്ചെയ്യുന്നത്? പർവ്വതങ്ങളുടെ മുമ്പാകെ. പർവ്വതങ്ങളുടെ മുമ്പാകെ മീഖാ പ്രവാചകൻ വ്യവഹരിക്കുമ്പോൾ അവൻ്റെ വാക്ക് കേൾക്കുന്നതാര്? കുന്നുകൾ. യഹോവയുടെ വ്യവഹാരം ആരോടായിരുന്നു? തൻ്റെ ജനത്തോടായിരുന്നു യഹോവയുടെ വ്യവഹാരം. ഇസ്രായേലിനോട് വാദിക്കുന്ന യഹോവയുടെ വക്കീലെന്ന് വിളിക്കാവുന്ന പ്രവാചകനാര്? മീഖാ പ്രവാചകൻ. ജനത്തോടുള്ള വ്യവഹാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സാക്ഷീകരിക്കുവാനാണ് യഹോവ അവരോട് ആവശ്യപ്പെടുന്നത്? 1. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? 2. ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ. മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്ത ദൈവം അവരുടെ മുമ്പിൽ ആരെയെല്ലാമാണ് അയച്ചത്? മോശയെയും അഹരോനെയും മിര്യാമിനെയുമാണ് അയച്ചത്. ജനത്തോടുള്ള യഹോവയുടെ വ്യവഹാരത്തിൽ മിസ്രയീം ദേശത്തെ സൂചിപ്പിക്കുന്ന വിശേഷണം എന്താണ്? അടിമവീട്. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ ജനത്തോടുള്ള യഹോവയുടെ വ്യവഹാരത്തിൽ പറയുന്ന മോവാബ് രാജാവ് ആരാണ്? ബാലാക്ക്. ബിലെയാമിൻ്റെ പിതാവ് ആര്? ബേയോര് ആണ് ബിലെയാമിൻ്റെ പിതാവ്. ജനത്തോടുള്ള യഹോവയുടെ വ്യവഹാരത്തിൽ അവർക്കായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ യഹോവ എന്താണ് ഉദ്ദേശിച്ചത്? യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയണമെന്നുള്ള ഉദ്ദേശമായിരുന്നു യഹോവയ്ക്കുണ്ടായിരുന്നത്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു എന്ന് ചോദിച്ചതാര്? മീഖാ പ്രവാചകൻ. ജനങ്ങളുടെ അവിശ്വസ്തതയുടെയും അനീതിയുടെയും നടുവിൽ യഹോവയെ പ്രസാദിപ്പിക്കുന്നതിനെക്കുറിച്ച് മീഖാ പ്രവാചകൻ ചോദിക്കുന്നത് എന്താണ്? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ എന്ന ചോദ്യമാണ് മീഖാ പ്രവാചകൻ ചോദിക്കുന്നത്. എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ എന്ന് ചോദിച്ചതാര്? മീഖാ പ്രവാചകൻ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പ്രവർത്തിപ്പാനും ആയിരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നത് എന്താകുന്നു? ജ്ഞാനം. യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനം ആകുന്നതുകൊണ്ട് എന്ത് ശ്രദ്ധിപ്പീൻ എന്നാണ് യഹോവ പറയുന്നത്? വടിയെയും അതിനെ നിയമിച്ചവനെയും. ആരെയാണ് യഹോവ നിർമ്മലനായി എണ്ണുമോ എന്ന് ചോദിക്കുന്നത്? കള്ളത്തുലാസും കള്ളപ്പടികളിട്ട സഞ്ചിയുള്ളവരെയുമാണ് നിർമ്മലനായി എണ്ണുമോ എന്ന് യഹോവ ചോദിക്കുന്നത്.
ദുഷ്ടന്റെ വീട്ടിലെ സാഹസപൂർണന്മാർ ആരാകുന്നു? ധനവാന്മാർ. അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാർ ആകുന്നു. അതിലെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു. ഏതിലെ? ഇസ്രായേലിലെ. യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നിടത്ത് ദുഷ്ടന്റെ വീട്ടിലെ നിവാസികൾ എന്ത് സംസാരിക്കുന്നു? വ്യാജം സംസാരിക്കുന്നു. യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നിടത്ത് അതിലെ നിവാസികളുടെ നാവ് എങ്ങനെയുള്ളതായിരുന്നു? ചതിവുള്ളതായിരുന്നു. അനീതിയും വ്യാജവും ചതിവും പാപവും നിറഞ്ഞ പട്ടണക്കാരുടെ ഭക്ഷണകാര്യത്തിലുണ്ടായ ശാപങ്ങൾ എന്തെല്ലാമാണ്? ഭക്ഷിക്കും തൃപ്തി വരികയില്ല, വിശപ്പ് അടങ്ങുകയുമില്ല. നീ ഭക്ഷിക്കും തൃപ്തി വരികയില്ല, നീ വിതയ്ക്കും കൊയ്യുകയില്ല. ആരോടാണ് യഹോവ മീഖാ പ്രവാചകനിലൂടെ ഇപ്രകാരം അരുളിച്ചെയ്തത്? ഇസ്രായേലിനോട്. അനീതിയും വ്യാജവും ചതിവും പാപവും നിറഞ്ഞ ഇസ്രായേലിയർക്ക് തങ്ങളുടെ മുന്തിരിപ്പഴം ചവിട്ടുന്ന കാര്യത്തിലുണ്ടായ ശാപം എന്താണ്? വീഞ്ഞ് കുടിക്കുകയില്ല എന്ന ശാപം. യഹോവയുടെ നീതിപ്രവൃത്തികൾക്ക് പകരം ഇസ്രായേൽ ആരുടെ ആലോചനകൾക്കനുസരിച്ച് പ്രമാണിക്കുന്നു എന്നാണ് യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്? ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗൃഹത്തിൻ്റെ സകല പ്രവൃത്തികളും അനുസരിച്ച് പ്രമാണിക്കുന്നു എന്നാണ് യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്. ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബ് ഗൃഹത്തിൻ്റെ സകല പ്രവൃത്തികളും അനുസരിച്ച് നടന്നത് ആര്? ഇസ്രായേൽ. എനിക്ക് അയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാലാ പെറുക്കുന്നത് പോലെയും ഞാൻ ആയല്ലോ എന്ന് പറഞ്ഞത് ആര്? മീഖാ പ്രവാചകൻ. മുന്തിരിത്തോട്ടത്തിൽ കാലാ പെറുക്കുന്ന പ്രവാചകനെ പരാമർശിക്കുന്ന പുസ്തകം ഏത്? മീഖാ പ്രവാചകന്റെ പുസ്തകം. സമൃദ്ധിയിൽ നിന്നും കൊടിയ കഷ്ടതയിലേക്ക് നിപതിച്ച ദേശമേത്? ഇസ്രായേൽ ദേശം. പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാലാ പെറുക്കുന്നത് പോലെയും. ഇത് ആരെ സൂചിപ്പിക്കുന്നു? ഇസ്രായേലിലെ ശേഷിപ്പിനെ. മുന്തിരിക്കുലയും അത്തിയുടെ തലപ്പഴവും ആരെ പ്രതിനിധാനം ചെയ്യുന്നു? നീതിയുള്ള ഇസ്രായേലിനെ. മുന്തിരിയുടെ കാലാ പെറുക്കുന്നവനായി സ്വയം താരതമ്യം ചെയ്ത പ്രവാചകൻ മീഖാ പ്രവാചകൻ. ഇസ്രായേലിലെ ഭക്തിമാന്മാർക്ക് എന്താണ് സംഭവിച്ചത്? ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. ഭക്തിമാന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല എന്ന് പ്രവചിച്ചത് ആര്? മീഖാ പ്രവാചകൻ. ഇസ്രായേലിലെ ഭക്തിമാന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയതിനാൽ അവരുടെ ഇടയിൽ ആരില്ലാതിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. നേരുള്ളവൻ ഇല്ലാതിരിക്കുന്നുവെന്ന്. പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നത് ആര്? ന്യായാധിപതി. പ്രതിഫലം ചോദിക്കുന്നത് ആര്? പ്രഭു. തൻ്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നതാര്? മഹാൻ. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കുന്നവർ ആരെല്ലാമാണെന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? പ്രഭു, ന്യായാധിപതി, മഹാൻ. ഉത്തമൻ എന്തിനെപ്പോലെ ആയിരിക്കുന്നു എന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? മുൾപ്പടർപ്പ് പോലെ. നേരുള്ളവൻ എന്തിനെപ്പോലെ ആയിരിക്കുന്നു എന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്? മുൾവേലിയേക്കാൾ വല്ലാത്തവൻ. മുൾപ്പടർപ്പ് പോലെയുള്ളവൻ ഉത്തമൻ, മുൾവേലിയേക്കാൾ വല്ലാത്തവൻ ആരാണ്? നേരുള്ളവനാണ് മുൾവേലിയേക്കാൾ വല്ലാത്തവൻ. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്, നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക എന്ന് പറഞ്ഞത് ആരാണ്? മീഖാ പ്രവാചകൻ. മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ എന്ന് പറഞ്ഞതാര്? മീഖാ പ്രവാചകൻ. മകൾ അമ്മയോട് എതിർത്ത് നിൽക്കുന്നു. മരുമകൾ ആരോടാണ് എതിർത്ത് നിൽക്കുന്നത്? അമ്മാവിയമ്മയോടാണ് എതിർത്ത് നിൽക്കുന്നത്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും എന്ന് പറഞ്ഞതാര്? മീഖാ പ്രവാചകൻ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞതാര്? മീഖാ പ്രവാചകൻ.
വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കുമെന്ന് പറഞ്ഞതാര്? മീഖ പ്രവാചകൻ. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നുവെന്ന് പ്രവചിച്ചതാര്? മീഖ പ്രവാചകൻ. പാപം ചെയ്ത ഇസ്രായേൽ യഹോവയുടെ ക്രോധം എപ്പോൾ വരെ വഹിക്കണം? യഹോവ വ്യവഹാരം നടത്തി ന്യായം പാലിച്ചു തരുവോളം വഹിക്കണം. നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് ചോദിക്കുന്നവളെ മൂടുന്നതെന്താണ്? ലജ്ജ. ആര് നിമിത്തമാണ് അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായും തീരുന്നത്? ഭൂമി നിവാസികൾ നിമിത്തമാണ് അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായും തീരുന്നത്. എന്തിനു മധ്യേ ജനമായ ആട്ടിൻകൂട്ടത്തെ കോൽ കൊണ്ടു മേയ്ക്കുവാൻ മീഖ പ്രവാചകൻ ആഗ്രഹിക്കുന്നത്? കർമ്മേലിൻ്റെ മധ്യേ. പുരാതന കാലത്ത് ഇസ്രയേൽ ജനമാകുന്ന ആട്ടിൻകൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നത് എവിടെയെല്ലാമാണ്? ബാശാനിലും ഗിലെയാദിലുമാണ്. തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ യഹോവ എങ്ങനെ മേയ്ക്കണമെന്നാണ് മീഖ പ്രവാചകൻ പ്രാർത്ഥിച്ചത്? കോൽ കൊണ്ട് മേയ്ക്കണമെന്നാണ് മീഖ പ്രാർത്ഥിച്ചത്. ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ട് യഹോവയുടെ മുമ്പാകെ വരുന്നത് ആരാണ്? ജാതികൾ. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്നവൻ ആര്? യഹോവയായ ദൈവം. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ആര്? യഹോവയായ ദൈവം. നിന്നോട് സമനായ ദൈവം ആരുള്ളൂ എന്ന് പറയുന്ന പ്രവാചകൻ ആര്? മീഖ പ്രവാചകൻ. യാക്കോബിനോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവം അബ്രഹാമിനോട് കാണിക്കുന്നത് എന്താണ്? ദയയാണ് ദൈവം അബ്രഹാമിനോട് കാണിക്കുന്നത്. മീഖയുടെ പുസ്തകം അവസാനിക്കുമ്പോൾ മീഖ പ്രവാചകൻ പരാമർശിക്കുന്ന പൂർവ്വ പിതാക്കന്മാർ ആരെല്ലാം? യാക്കോബും അബ്രഹാമും. മീഖ സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? 33-ാമത്തെ. മീഖയുടെ പുസ്തകത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുമുണ്ട്? 7 അധ്യായങ്ങളും 105 വാക്യങ്ങളും. മീഖ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.